ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സിമ്പിൾ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കാനോ അതേ നേഴ്സായിട്ട് ജോലി ചെയ്യാനോ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്പെടും. നമ്മൾ ഇവിടെ പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പറ്റുന്നത്. ഇവിടെ ഒരാൾ വിഷ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ ഗുട്ടൻ മോർഗൻ, അല്ലെങ്കിൽ ഗുട്ടൻ ടാഗ്, അല്ലെങ്കിൽ ഗുട്ടൻ ആബൻഡ്. ഇവിടെ ബയേണിൽ നമ്മൾ സെർവൂസ് എന്നും പറഞ്ഞ് നമ്മൾ വിഷ് ചെയ്യാറുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ രാവിലെ നമ്മളിപ്പോൾ ഓവറൊക്കെ എടുത്ത് പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ചോദിക്കാം വി ഫ്യൂരൻസി സിഷ് ഹോയിറ്റ് എന്ന് ചോദിക്കാം. അതിൻ്റെ മീനിങ് ഹൗ ആർ യു ഫീലിംഗ് ടുഡേ എന്നുള്ള മീനിങ് ആണ്. അതേപോലെ തന്നെ പറയാം ഇഷ് ബീൻ ഇറെ ഫ്ലീഗെ ക്രാഫ്റ്റ്, ഞാനാണ് നിങ്ങളുടെ ഇന്നത്തെ സ്റ്റാഫ്. അതേപോലെ നമ്മൾ വൈറ്റൽസ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണേൽ പറയാം ഇഷ് കോം ഇയറെ വിറ്റാൽ സൈഹൻസു മെസ്സൻ, അതായത് ഞാൻ നിങ്ങളുടെ വൈറ്റൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് പറയാം. ഞാൻ വേണേൽ ആ സെൻറ്റൻസ് ഒന്നും കൂടെ പറയാം. ഇഷ് കോമെ ഇയറെ വിറ്റാൽ സൈഹൻസു മെസ്സൻ, അതായത് ഞാൻ നിങ്ങളുടെ വൈറ്റൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത വാക്കാണ് ബിറ്റെ ബ്ലൈബൻസി റൂഹിക്. നമ്മൾ ബ്ലഡ് പ്രഷർ മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവരോട് പറയാം ബിറ്റെ ബ്ലൈബൻസി റൂഹിക്, അതായത് ശാന്തമായിട്ട് ഇരിക്കുക എന്നുള്ള മീനിങ് ആണ് അതിൻ്റെ അർത്ഥം. അടുത്ത വാക്ക് ബ്രൗഹൻസി ഹിൽഫെ, അതായത് എന്തെങ്കിലും ഇപ്പം ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻറ്റിനോട് നമുക്ക് ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ, ബാത്ത് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സഹായം വേണോ എന്ന് ചോദിക്കണമെങ്കിൽ ബ്രൗഹൻസി ഹിൽഫെ. അതേപോലെ തന്നെ അതിന് ഉത്തരം നമുക്ക് വേണേൽ പറയാം. ഇപ്പം അവർക്ക് സഹായം വേണമെന്ന് പറയുവാണെങ്കിൽ പറയാം ഇഷ് ഹിൽഫെ ഈനൻ, ഞാൻ നിങ്ങളെ സഹായിക്കാം, അല്ലെങ്കിൽ ഞാൻ താങ്കളെ സഹായിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത വാക്ക് നമ്മളിപ്പോൾ ഒരാളുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഇഷ് മ്യോഷ്ടെ ഇയറൻ ബ്ലൂഡ്രുക്ക് മെസ്സൻ. അതേപോലെ എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം ദസ് കാൻ ഐൻബിസ്യൻ വേ ടൂട്ട് എന്ന് പറയാം, അതായത് അത് ഒരു ചെറിയ വേദന ഉണ്ടാക്കും എന്നുള്ള ഒരു മീനിങ് ആണ് അതിന്. അതേപോലെ ഇപ്പോൾ സർജിക്കൽ വാർഡിലൊക്കെയാണ് നമ്മളെങ്കിൽ നമുക്ക് പറയാം അവിടെ ഒത്തിരി ബാൻഡേജുകൾ നമുക്ക് മാറ്റാൻ വേണ്ടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാം ഇഷ് വെക്സലെ ഡെയിൻ ഫെർബാൻഡ്, അതായത് ആ ബാൻഡേജ് ഞാൻ മാറ്റി പുതിയത് ഇട്ട് തരാം എന്നുള്ള മീനിങ് ആണ് അതിന്. നാളെ ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. അന്നേരം ഇപ്പോൾ നമുക്ക് കുറച്ച് പുതിയ വാക്കുകൾ, അതായത് നമ്മൾ ഒരു ഹാൻഡ് ഓവർ കൊടുക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ ഇവിടുത്തെ ഉപകരണങ്ങളുടെ പേരുകൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ വീഡിയോസുമായി നാളെ കാണാം. ബൈ ബൈ.